ഹലോ സ്റ്റുഡൻസ്, അക്കൗണ്ടിങ് ഫോർ ടാക്സേഷൻ എന്നുള്ള ടോപ്പിക്കിലെ ഒന്ന് രണ്ട് പ്രോബ്ലംസാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആൻ ഐറ്റം ഓഫ് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് ഹാസ് എ ക്യാരിയിങ് എമൗണ്ട് ഓഫ് ₹100 ആൻഡ് ടാക്സ് ബേസ് ₹60. എ ടാക്സ് റേറ്റ് is 20%. would apply if the item was sold and a tax rate 30% would apply to other income. Calculate deferred tax asset and deferred tax liability. അപ്പോൾ നമ്മളിവിടെ നോക്കണം ടെമ്പററി ഡിഫറൻസ് എത്രയാണ് വരുന്നത് എന്നുള്ളത്. ടെമ്പററി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്, താൽക്കാലികമായിട്ട് അക്കൗണ്ടിങ് പ്രോഫിറ്റും ടാക്സബിൾ പ്രോഫിറ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിന് ശരിക്കുള്ള വില എന്ന് പറയുന്നത് 100 ആണ്. ടാക്സ് ബേസ് എന്ന് പറഞ്ഞാൽ 60 ആണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ശരിക്കും നമ്മൾ എന്തായിട്ട് പറയുക, ടെമ്പററി ഡിഫറൻസ് ആയിട്ട് പറയാം. അത് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്, ടാക്സ് ബേസ് എന്താണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് ക്യാരി ചെയ്യുന്ന എമൗണ്ട് എത്രയാണെന്നുള്ളതും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ക്യാരി ചെയ്യുന്ന എമൗണ്ട് ഇവിടെ 100 ആണ്. ടാക്സ് ബേസ് എന്ന് പറയുന്നത് 60 ആണ്. ടാക്സ് റേറ്റ് 20% ആണെന്ന് നമ്മളടുത്ത് പറയുന്നുണ്ട്. ടാക്സ് റേറ്റ് 20% ആണ്. ദെൻ അതേപോലെ തന്നെ ഐറ്റംസ് സോൾഡ് ചെയ്യുന്ന ഐറ്റംസിന് ടാക്സ് റേറ്റ് വരുന്നത് 30% ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുന്നത് ക്യാരിയിങ് എമൗണ്ട് മൈനസ് ടാക്സ് ബേസ്. ക്യാരിയിങ് എമൗണ്ട് ഇവിടെ എത്രയാണ്, 100. ടാക്സ് ബേസ് 60. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് വരിക, 40. ഓക്കെ. ദെൻ എൻറ്റിറ്റി റെക്കഗ്നൈസസ് എ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി 8. കാരണം ഈ 40ൻ്റെ 20% കമ്പനിക്ക് എന്ത് വരും, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി വരും. കാരണം കമ്പനി അത്രയും കുറച്ചേ എന്ത് ചെയ്തിട്ടുണ്ടാവുള്ളൂ, ടാക്സ് അടച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്ത് വരും, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി വരും. ഇഫ് ഇറ്റ് എക്സ്പെക്റ്റഡ് ടു സെൽ ദ ഐറ്റം വിത്തൗട്ട് ഫെർദർ യൂസ്, അപ്പോൾ ഈ അസറ്റ് ഇനി കമ്പനി വിൽക്കുക എന്ന് വിചാരിക്കാം. ഫെർദർ ആയിട്ടൊരു യൂസ് ഒന്നും ചെയ്യാതെ കമ്പനി ഇത് വിൽക്കുകയാണെങ്കിൽ കമ്പനിക്ക് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എത്ര വരും, 30% വരിക. അപ്പോൾ എത്ര വരും, 40യുടെ 30% എന്ന് പറഞ്ഞാൽ 12. ഇഫ് ഇറ്റ് എക്സ്പെക്ട് ടു റിട്ടേൺ ദ ഐറ്റം ആൻഡ് റിക്കവർ ഇറ്റ്സ് ക്യാരിയിങ് എമൗണ്ട് ത്രൂ യൂസ്. ഓക്കെ. അപ്പോൾ കമ്പനി എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് അതുവരെ യൂസ് ചെയ്തിട്ട് കമ്പനി ആ ഐറ്റം സെയിൽ ചെയ്യുകയാണെങ്കിൽ കമ്പനിക്ക് ടാക്സ് റേറ്റ് 30% വരും. ഓക്കെ. അല്ല എന്നുണ്ടെങ്കിൽ എത്രയേ വരുള്ളൂ, 40യുടെ 20% ആണ് ടാക്സ് റേറ്റ് വരുന്നത്. അപ്പോൾ 8 വരിക. അല്ലെങ്കിൽ 40യുടെ 30%, അപ്പോൾ വരിക 12. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എന്താണ്, ഫസ്റ്റ് ഓഫ് ഓൾ ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് കണ്ടുപിടിക്കണം. ദെൻ അപ്പോൾ അത് ക്യാരിയിങ് എമൗണ്ടും ടാക്സ് ബേസും തമ്മിൽ ഡിഫറൻസ് ആയിരിക്കും ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുന്നത്. അതിനുശേഷം അതിൻ്റെ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആണോ വരുന്നത് അതല്ലെങ്കിൽ അസറ്റ് ആണോ വരുന്നത് എന്നുള്ളത് പെർസെൻറ്റേജ് ഓഫ് ടാക്സ് റേറ്റ് വെച്ചിട്ട് നോക്കുക. അതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, എ കമ്പനി റിവാലുവേറ്റ്സ് ഇറ്റ്സ് PPE ഓൺ 1st April 2017. ദ ഡീറ്റെയിൽസ് ആർ ആസ് ഫോളോസ്. ഒരു കമ്പനി അതിൻ്റെ അസറ്റുകൾ എന്തെങ്കിലും ആയിരിക്കാം PPE എന്ന് ഉദ്ദേശിക്കുന്നത്, അത് റീവാല്യൂ ചെയ്യുകയാണ്. ഓക്കെ. അപ്പോൾ റീവാല്യൂ ചെയ്തിട്ട് 1st April 2017 റീവാല്യൂ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മളെടുത്ത് താഴെ കൊടുത്തിട്ടുണ്ട്. ക്യാരിയിങ് വാല്യൂ ഓഫ് ദ അസറ്റിൻ്റെ ക്യാരിയിങ് വാല്യൂ എന്ന് പറയുന്നത് 30,000 ആണ്. ഫെയർ വാല്യൂ ഓഫ് ദ അസറ്റ് റീവാല്യൂ ചെയ്തത് 1 lakh ആണ്. ടാക്സ് ബേസ് 30,000. ദ അസറ്റ് ആർ ഡിപ്രീസിയേറ്റഡ് അറ്റ് 20% ഇൻ ബുക്സ്. സ്ട്രെയിറ്റ് ലൈൻ ബേസിസിൽ അസറ്റ് ഡിപ്രീസിയേറ്റ് ചെയ്യുന്നത് 20%. ആൻഡ് ആർ ഡിപ്രീസിയേറ്റഡ് അറ്റ് 20% ഫോർ ടാക്സ് പർപ്പസ്. ഡിപ്രീസിയേഷൻ ചെയ്യുന്നത് ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് 20%. കാൽക്കുലേറ്റ് ഡെഫേർഡ് ടാക്സ് അസറ്റ് ഓർ ലയബിലിറ്റി. അസ്യൂം 50% ടാക്സ്. 50% ടാക്സ് വെച്ചിട്ട് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആണോ അസറ്റ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഇവിടെ ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1st April 2017 വില എന്ന് പറയുന്നത് 1 lakh ആണ്. അതിൻ്റെ ക്യാരിയിങ് വാല്യൂ 30,000. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്ര വരും, 70,000 വരും. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി 1/4/2017 ഈ 70,000ൻ്റെ 50% എന്ന് പറഞ്ഞാൽ എത്ര വരിക,
35,000 ആണ് വരിക. ഓക്കെ, ദെൻ അപ്പോൾ അതിനുള്ള ജേണൽ എൻട്രി നമ്മൾ കൊടുക്കേണ്ടത് 1st April 2017 ജേണൽ എൻട്രി കൊടുക്കേണ്ടത് റിവാലുവേഷൻ സർപ്ലസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി കൂടി അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. റിവാലുവേഷൻ്റെ സർപ്ലസ് ആണ്, അതുകൊണ്ട് അസറ്റ് പോലെ, അപ്പോൾ അതുകൊണ്ട് അത് ഡെബിറ്റ് ചെയ്യുന്നു. അപ്പോൾ റിവാലുവേഷൻ സർപ്ലസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര കാണിക്കുക, എത്രയാണോ നമുക്ക് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആയിട്ട് ടാക്സബിൾ ടെമ്പററി ഡിഫറൻസിൽ നമ്മൾ കിട്ടിയത് അത് എഴുതുക. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി റെക്കഗ്നൈസ് ചെയ്തു കേട്ടോ. റിട്ടേൺ ഓൺ വാല്യൂ ഓഫ് ദ അസറ്റ് ഓൺ 31st March 2018 ഈസ് കാൽക്കുലേറ്റഡ് ആസ് ബിലോ. താഴെ കൊടുത്തിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണ് റിട്ടേൺ ഓൺ വാല്യൂ ഓഫ് ദ അസറ്റ് 31st March 2018 കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന്. റിട്ടേൺ ഓൺ വാല്യൂ 1 lakh ആയിരുന്നല്ലോ ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. അതിൻ്റെ 20% ആണ് ടാക്സ് എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 20% ആണ് ബുക്സിലുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 lakhൻ്റെ 20% ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് എത്രയായിരിക്കും? 80,000 ആയിരിക്കും. റിട്ടേൺ ഡൗൺ വാല്യൂ ടാക്സ് പർപ്പസിന് എത്ര വേണ്ടി വരിക? റിട്ടേൺ ഡൗൺ വാല്യൂ ടാക്സ് പർപ്പസിന് ക്യാരിയിങ് വാല്യൂവിൻ്റെ 20% ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? 24,000 വരും. ഓക്കെ, അപ്പോൾ റിട്ടേൺ ഡൗൺ വാല്യൂ ഫോർ ടാക്സ് പർപ്പസ് 30,000, ക്യാരിയിങ് വാല്യൂവിൻ്റെ 20% ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻസ് 24,000. സോ ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് അപ്പോൾ എത്ര വരിക? ഈ 80,000ഉം 24,000ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്ര വരുന്നത്? 56,000. 56,000ൻ്റെ 50% ആണ് എന്ത്? ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റിയുടെ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആയിട്ട് വരുന്നത് എത്രയാണ്? ഈ ടെമ്പററി ഡിഫറൻസ് ആയിട്ട് എത്രയാണോ നമുക്ക് കിട്ടിയത് അതിൻ്റെ 50%. നേരത്തെ നമ്മൾ കണ്ടതും അതുപോലെ തന്നെയാണ്, പക്ഷേ അവിടെ 2017 ഓപ്പണിംഗ് ഇയറിലായിരുന്നു. അതിനുശേഷം 2018 ആ ഡിപ്രീസിയേഷനും കൂടി, ആ ഒരു വർഷത്തെ ഡിപ്രീസിയേഷനും കൂടി കുറച്ചിട്ട് ബാലൻസ് എമൗണ്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? കാണിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 56,000ൻ്റെ 50% പറഞ്ഞാൽ 28,000. സോ റിവേഴ്സൽ ഓഫ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഡ്യൂറിങ് ദ ഇയർ 2017-18 എത്ര വരിക? ഈ ആദ്യം ഉണ്ടായിരുന്ന 35,000ഉം ഇപ്പോഴുള്ള 28,000ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ് എത്ര വരുന്നത്? 7,000. അപ്പോൾ റിവേഴ്സ്ഡ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഡ്യൂറിങ് ദ ഇയർ 2017-18 എത്ര വന്നു? 35,000ൽ നിന്ന് 28,000 അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എത്ര വരിക? 7,000 വരിക. ഓക്കെ, അപ്പം ഫസ്റ്റ് ഉണ്ടായിരുന്ന ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി 35,000. ദെൻ നെക്സ്റ്റ് ഇയറിൽ, അതായത് 2018 വരുന്ന ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി 28,000. അപ്പം ഈ 35,000ഉം 28,000ഉം തമ്മിലുള്ള ഡിഫറൻസ് റിവേഴ്സലാണ്. റിവേഴ്സലായിട്ട് നമുക്ക് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി വന്നിരിക്കുന്നത് എത്ര എമൗണ്ടാണ് വന്നിരിക്കുന്നത്? ഫസ്റ്റ് ഓപ്പണിംഗ് ഇയറിൽ ഉണ്ടായിരുന്നത് 35,000ഉം ദെൻ 2018 നമുക്ക് കിട്ടിയത് 28,000. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 7,000. ഇനി ഇതിന് 2 ജേണൽ എൻട്രി മാത്രം പാസ് ചെയ്യുന്നു. ദറ്റ് ഈസ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി 7,000 ടു ഡെഫേർഡ് ടാക്സ് ഇൻകം. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഇൻകത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് രണ്ടും തമ്മിലുള്ള, അപ്പോൾ ആ രീതിയിലാണ് ജേണൽ എൻട്രി എഴുതിയിരിക്കുന്നത്. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീനെ ഡെഫേർഡ് ടാക്സ് ഇൻകത്തിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി കുറഞ്ഞു, അതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്തു. ഇൻകം കൂടി, അപ്പോൾ അതുകൊണ്ട് ടാക്സ് ഇൻകം ആണ് കൂടിയത്, അതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്തു. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി റിവേഴ്സ് ചെയ്തതാണ് കേട്ടോ. ദെൻ ഡെഫേർഡ് ടാക്സ് ഇൻകം ഡെപ്റ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഡെഫേർഡ് ടാക്സ് ഇൻകത്തിനെ നമ്മൾ എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതായത് ഇൻകം ആകുമ്പോൾ ക്രെഡിറ്റ് സൈഡിലാണല്ലോ വരിക. അപ്പോൾ അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ ഡെഫേർഡ് ടാക്സ് ഇൻകം എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. എത്ര തന്നെ? 7,000. അപ്പോൾ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഡെഫേർഡ് ടാക്സ് ഇൻകം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ റിവാലുവേഷൻ സർപ്ലസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്ന് കൊടുത്തിരുന്നു. അവിടെ ഉള്ള ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി നമ്മൾ റിവേഴ്സ് ചെയ്യുക ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ജേണൽ എൻട്രി വരിക? ആദ്യം നമ്മൾ ക്രെഡിറ്റിലായിരുന്നു ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി കൊടുത്തത്, ഇപ്പോൾ നമ്മൾ എന്തിൽ കൊടുക്കണം? റിവേഴ്സ് ചെയ്യുമ്പോൾ ഡെബിറ്റിൽ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഡെഫേർഡ് ടാക്സ് ഇൻകം. അപ്പോൾ അത് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീനെ റിവേഴ്സ് ചെയ്തതാണ്. ദെൻ ഡെഫേർഡ് ടാക്സ് ഇൻകത്തിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ഡെഫേർഡ് ടാക്സ് ഇൻകം അക്കൗണ്ട് ഡെപ്റ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് ഒരു പ്രോബ്ലം പറയുന്നുണ്ട്. ഇൻ 2018 an entity reports taxable profit 50,000 to the tax authority, which will taxed at the corporate income tax rate in the jurisdiction of 30%. The capital gain rate is nil, and so capital gain are excluded from the taxable profit.
അതായത് ഒരു എൻറ്റിറ്റിക്ക് ടാക്സബിൾ പ്രോഫിറ്റായിട്ട് വന്നിരിക്കുന്നത് 50,000 ആണ് ടാക്സ് അതോറിറ്റിയുടെ വക. വിച്ച് വിൽ ബി ടാക്സ്ഡ് അറ്റ് ദ കോർപ്പറേറ്റ് ഇൻകം ടാക്സ് റേറ്റ്. അത് ഏത് രീതിയിലാണ്? കോർപ്പറേറ്റ് ഇൻകം ടാക്സിന് വരുന്ന റേറ്റ് ആയിട്ടുള്ള 30% അടിസ്ഥാനത്തിലാണിത് ടാക്സ് ചെയ്യുന്നത്. ദ ക്യാപിറ്റൽ ഗെയിൻ റേറ്റ് ഇസ് നിൽ. ക്യാപിറ്റൽ ഗെയിൻ റേറ്റ് ഒന്നുമില്ല. ആൻഡ് സോ ക്യാപിറ്റൽ ഗെയിൻസ് ആർ എക്സ്ക്ലൂഡഡ് ഫ്രം ദ ടാക്സബിൾ പ്രോഫിറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ഗെയിനിൻ്റെ ഈ ക്യാപിറ്റൽ ഗെയിന് ടാക്സ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട് ടാക്സബിൾ പ്രോഫിറ്റിൽ നിന്ന്. മാനേജ്മെൻറ്റ് ഓഫ് ദ എൻറ്റിറ്റി കൺസിഡേഴ്സ് ദ എഫക്ട് ഓഫ് അൺസർട്ടനിറ്റി ഓവർ ദ എമൗണ്ട് റിപ്പോർട്ടഡ് ടു ദ tax return to be immaterial except in relation to the treatment of the profit on sale of a particular asset. In relation to that asset, the management have determined that there is 80% probability that gain 5,000 in a capital gain and therefore will not be taxed. അപ്പം ഇനി കമ്പനി എന്താണ് മാനേജ്മെൻറ്റ് കൺസിഡർ ചെയ്തു, അൺസർട്ടൈനിറ്റി ഉണ്ട്, കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു അൺസർട്ടൈനിറ്റി ഉണ്ട്. പിന്നെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് പെർട്ടിക്കുലർ അസറ്റ്, ഈ പ്രോഫിറ്റ് ഓൺ സെയിൽ പ്രോഫിറ്റ് ഓൺ സെയിലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിൽ ഒരു അൺസർട്ടൈനിറ്റി കിടക്കുന്നുണ്ട്. ആ അസറ്റിനെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെൻറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 80% പ്രോബബിലിറ്റി ദറ്റ് ഗെയിൻ 5,000 ഗെയിൻ വരാനുള്ള സാധ്യത 80%. ഓക്കെ, ദറ്റ് ഈസ് ₹5,000 ഇൻ ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ദെർഫോർ വിൽ നോട്ട് ബി ടാക്സ്ഡ്. അപ്പോൾ 80% പ്രോബബിലിറ്റി ഉണ്ട് ഗെയിൻ വരാൻ, അത് ടാക്സ് ചെയ്യുന്നില്ല. And that there is a 20% probability that gain 5,000 is not a capital gain. Capital gain അല്ലാതെ വരാനുള്ള പ്രോബബിലിറ്റി എത്ര പെർസെൻറ്റേജാ? 20%. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് വരാനുള്ള പ്രോബബിലിറ്റി 80%ഉം ക്യാപിറ്റൽ ഗെയിൻ അല്ലാതെ വരാനുള്ള പ്രോബബിലിറ്റി 20%ഉം. അത് രണ്ടും 5,000 ആണ് കേട്ടോ. ആൻഡ് therefore will be taxed as 30%. എന്നിട്ട് അത് എന്ത് ചെയ്യും? 30% ടാക്സ് ചെയ്യും. നമ്മളെടുത്ത് പറഞ്ഞത് ഹൗ ഷുഡ് ദ എൻറ്റിറ്റി മെഷർ കറൻറ്റ് ടാക്സ് ലയബിലിറ്റി ബേസ്ഡ് ഓൺ ടാക്സബിൾ പ്രോഫിറ്റ്. കറൻറ്റ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് 50,000 അതിൻ്റെ 30% ആണല്ലോ. ഓക്കെ, അപ്പോൾ 50,000 30% എന്ന് പറഞ്ഞാൽ 15,000 വരും. ഓക്കെ, 15,000 വരും. പ്ലസ് 80% വരാനുള്ള സാധ്യത 0 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. 5,000 പ്രോബബിലിറ്റി ആണല്ലോ. അതേപോലെ തന്നെ 20% 30% 5,000 വരാനുള്ള മീൻസ് ക്യാപിറ്റൽ ഗെയിൻ അല്ലാതിരിക്കാനുള്ള സാധ്യത എത്ര? പിന്നെ 20% ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 5,000ൻ്റെ 20%. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര വരുന്നുണ്ട്? 30% ആണ് ടാക്സ് ചെയ്യുന്നത്. വിൽ നോട്ട് ബി എ ക്യാപിറ്റൽ ഗെയിൻ, ദെർഫോർ വിൽ ബി ടാക്സ്ഡ് ആസ് 30%. അപ്പോൾ അത് ടാക്സ് ചെയ്യും എത്ര പെർസെൻറ്റേജ്? 30%. മറ്റേതാണെങ്കിൽ ടാക്സ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ 0 വന്നത്. ദെൻ ഇതിന് എത്ര വന്നു? 30% വന്നു. അപ്പോൾ 5,000 30 × 20% ദറ്റ് ഇസ് ഈക്വൽ ടു 300. അപ്പോൾ എത്ര വരും? 15,000 + 300 ദറ്റ് ഇസ് ഈക്വൽ ടു 15,300. ജസ്റ്റ് ഫേം എന്തേ ചെയ്തിട്ടുള്ളൂ? കറൻറ്റ് ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാൻ ഫേമിന് എത്രയാണോ ടാക്സ് ലയബിലിറ്റി വരുന്നത് അത് പ്ലസ് എക്സ്ട്രാ കമ്പനി എത്രയാണോ ഇനി അസറ്റ് സെയിൽ ചെയ്യുന്നത് അതിൽ നിന്ന് ക്യാപിറ്റൽ ഗെയിൻ എത്ര വരാനുള്ള സാധ്യത അൺസർട്ടൈനിറ്റിനെ കൂടി കണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കമ്പനി എന്ത് ചെയ്യുന്നു? കറൻറ്റ് ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുന്നു. ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ എൻറ്റിറ്റീസ് PPE ക്യാരിയിങ് വാല്യൂ 12 lakh. ഒരു എൻറ്റിറ്റിയുടെ PPE ക്യാരിയിങ് വാല്യൂ 12 ലക്ഷം അസറ്റിൻ്റെ. റീവാല്യൂഡ് അറ്റ് 16 lakh. റേറ്റ് ഓഫ് ടാക്സ് 30%. റീവാല്യൂ ചെയ്ത വില എത്രയാ? 16 lakh. അതിൻ്റെ റേറ്റ് ഓഫ് ടാക്സ് 30%. വാട്ട് ഈസ് ദ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആൻഡ് ദ എൻട്രി ടു ബി പാസ്ഡ്? എന്താണ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി വരിക? അതിനുള്ള ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റിയും കൂടി കണ്ടുപിടിക്കുക, എന്നിട്ട് എൻട്രി പാസ് ചെയ്യുക. അപ്പോൾ ക്യാരിയിങ് വാല്യൂ ആഫ്റ്റർ ഇവാലുവേഷൻ നമ്മളെടുത്ത് പറഞ്ഞു എത്രയാണ്? 16 lakh ആണെന്ന് പറഞ്ഞു. ക്യാരിയിങ് വാല്യൂ ആഫ്റ്റർ ഇവാലുവേഷൻ 16 lakh. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എത്ര വരിക? ഈ 16 lakhഉം അതേപോലെ തന്നെ അതിൻ്റെ റിവാല്യൂഡ് വാല്യൂവും ക്യാരിയിങ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് നോക്കുക. ദറ്റ് ഈസ് 12 lakhഉം 16 lakhഉം തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് എത്രയാണ്? 4 lakh. 4 lakhൻ്റെ 30% ആണ് എന്ത് വരിക? ടാക്സ് വരിക. അപ്പോൾ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു 4 lakh × 30%. ദറ്റ്സ് ഈക്വൽ ടു 1,20,000. ജേർണൽ എൻട്രി എന്തേ വരുള്ളൂ?
PPE account debtor to revaluation surplus. അസറ്റിൻ്റെ പേര് എഴുതി അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു റിവാലുവേഷൻ സർപ്ലസ്, ദറ്റ് ഇസ് 4 lakh. ആ റിവാലുവേഷൻ സർപ്ലസിനെ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ജേണൽ എൻട്രി റിവാലുവേഷൻ സർപ്ലസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എത്രയാണ് വന്നത്? നമ്മൾ കണ്ട റിവാലുവേഷൻ സർപ്ലസിൻ്റെ 30%. റിവാലുവേഷൻ സർപ്ലസ് ആണ് 4 lakh. റിവാലുവേഷൻ സർപ്ലസിൻ്റെ 30% ആണ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്തിന് ജേണൽ എൻട്രി പാസ് ചെയ്തു? പിന്നെ അസറ്റിൻ്റെ റിവാലുവേഷൻ സർപ്ലസിനുള്ള ജേണൽ എൻട്രി പാസ് ചെയ്തു. ദറ്റ് ഇസ് PPE അക്കൗണ്ട് ഡെപ്റ്റ് ടു റിവാലുവേഷൻ സർപ്ലസ്, ദറ്റ് ഇസ് 4 lakh. റിവാലുവേഷൻ സർപ്ലസിനെ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ദറ്റ് ഇസ് അപ്പോൾ ക്രെഡിറ്റ് ചെയ്തിരുന്ന റിവാലുവേഷൻ സർപ്ലസിനെ ഇപ്പോൾ ഡെബിറ്റ് ചെയ്തു, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീനെ ക്രെഡിറ്റും ചെയ്തു. അപ്പോൾ ജേണൽ എൻട്രി എന്താ വരിക? റിവാലുവേഷൻ സർപ്ലസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി. അതേപോലെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, an entity has an amount payable to an employee 10,000 relating to service already rendered by the employee to the entity. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ, ഒരു എൻറ്റിറ്റിക്ക് എംപ്ലോയീസിന് കുറച്ച് എമൗണ്ട് പേ ചെയ്യാനുണ്ട് റിലേറ്റിംഗ് ടു സർവീസ് ഓൾറെഡി റെൻറ്റേഡ്. അവർ ഓൾറെഡി കൊടുത്തിട്ടുള്ള സർവീസിനായിട്ട് അവർക്കൊരു എമൗണ്ട് കൊടുക്കുകയാണ് എംപ്ലോയീസിനുള്ള. വാട്ട് വിൽ ബി ദ ഇഫക്റ്റ് ഓഫ് ഡെഫേർഡ് ടാക്സ്? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡെഫേർഡ് ടാക്സ് വരുമോ എന്ന്. ദ എക്സ്പെൻസസ് വാസ് ടാക്സ് ഡിഡക്റ്റബിൾ വെൻ ഇൻകേർഡ്. ഈ എക്സ്പെൻസ് ടാക്സ് ഡിഡക്റ്റബിൾ ആണ് ഇൻക്വയർ ചെയ്തതോ, മീൻസ് നമുക്ക് എപ്പോഴാണോ ഇൻക്വയർ ചെയ്യുന്നത് ആ സമയത്ത് അറ്റ് ദ സെയിം ടൈം ആസ് എക്സ്പെൻസ് റെക്കഗ്നിഷൻ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പർപ്പസ്. ദ എക്സ്പെക്റ്റഡ് മാനർ ഓഫ് സെറ്റിൽമെൻറ്റ് ഓഫ് ദ ലയബിലിറ്റി ഡസ് നോട്ട് അഫക്റ്റ് ടാക്സബിൾ പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ മാനർ ഓഫ് സെറ്റിൽമെൻറ്റ്, ദറ്റ് ഇസ് പേയ്മെൻറ്റ് ഓൺ ക്യാഷ്, ഒരിക്കലും എന്തിനെ അഫക്റ്റ് ചെയ്യുന്നില്ല? ടാക്സബിൾ പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് no amounts are taxable or tax deductible on payment of the cash to the employee. Consequently no deferred tax. അപ്പം ഇവിടെ ഒരു എമൗണ്ടും ടാക്സബിൾ ആണോ ടാക്സ് ഡിഡക്റ്റബിൾ ആണോ എന്നുള്ള ഒരു നമുക്കൊരു ഇഫക്റ്റ് ഇവിടെ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഇവിടെ ഡെഫേർഡ് ടാക്സ് ഒന്നും അറൈസ് ചെയ്യപ്പെടുന്നില്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഇതേപോലെ തന്നെ ടെമ്പററി ഡിഫറൻസ് കണ്ട് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ. ആൻ എൻറ്റിറ്റി ഹാസ് റിവാല്യൂഡ് ഇറ്റ്സ് പ്രോപ്പർട്ടി ഹാസ് റെക്കഗ്നൈസ്ഡ് ദ ഇൻക്രീസ് ഇൻ ദ റിവാലുവേഷൻ ഇൻ ഇറ്റ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ദ ക്യാരിയിങ് വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി വാസ് ₹8 million ആൻഡ് ദ റിവാല്യൂഡ് എമൗണ്ട് വാസ് ₹10 million. അതായത് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ അസറ്റുകൾ നമ്മൾ റീവാല്യൂ ചെയ്യുകയാണ്, പ്രോപ്പർട്ടി. അതിൻ്റെ ക്യാരിയിങ് വാല്യൂ ആയിട്ട് വരുന്നത് 8 ലക്ഷമാണ്, മീൻസ് 8 million ആണ്. 8 million എന്ന് പറയുമ്പോൾ ഏകദേശം 80 ലക്ഷം വരും. മറ്റത് 10 million ആണ്, അപ്പോൾ ഒരു കോടി വരും. അപ്പോൾ 10 million. ടാക്സ് ബേസ് ഓഫ് ദ പ്രോപ്പർട്ടി 6 million. എന്നാൽ ടാക്സ് ബേസ് എത്രയാണ് വരുന്നത്? 6 million ആണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഏതാ? റിവാല്യൂഡ് എമൗണ്ടും ടാക്സ് ബേസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കാണേണ്ടത് കേട്ടോ. ടാക്സ് റേറ്റ് അപ്ലിക്കബിൾ ആവുന്നത് പ്രോഫിറ്റിന് 35% ആണ്. പ്രോഫിറ്റ് മെയ്ഡ് ഓൺ സെയിൽ ഓഫ് ദ പ്രോപ്പർട്ടി, ഇനി പ്രോപ്പർട്ടി സെയിൽ ചെയ്യുകയാണെങ്കിൽ എത്രയാണ് സംഭവിക്കുന്നത്? 30% ആണ്. ഓക്കെ, ഇഫ് ദ റിവാലുവേഷൻ ടുക്ക് പ്ലേസ് ദ എൻറ്റിറ്റീസ് ഇയർ എൻഡ് ഓഫ് December 31st, 2018, കാൽക്കുലേറ്റ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഓൺ ദ പ്രോപ്പർട്ടി ഓഫ് ദാറ്റ് ഡേറ്റ്. ആ ദിവസത്തേക്കുള്ള കമ്പനിയുടെ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ ടെമ്പററി ഡിഫറൻസ് എത്രയാണ് നോക്കുക. ക്യാരിയിങ് വാല്യൂവും ടാക്സ് ബേസും തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുന്നത്. ദറ്റ് ഈസ് ക്യാരിയിങ് വാല്യൂ ഹിയർ 6 million നമ്മളെടുത്ത് പറയുന്നുണ്ട്. ക്യാരിയിങ് വാല്യൂ നമ്മളെടുത്ത് ടാക്സ് ബേസ് 6 lakh, ക്യാരിയിങ് വാല്യൂ എത്രയാണെന്നുള്ളത് പറയുന്നുണ്ട് 10 lakh. റിവാല്യൂഡ് എമൗണ്ട് ആണ് ക്യാരിയിങ് വാല്യൂ, റിവാല്യൂഡ് എമൗണ്ട് ആയിട്ട് 10 lakh വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 10 lakhും 10 millionും ദെൻ 6 millionും തമ്മിലുള്ള ഡിഫറൻസ് 4 million. അത് സെയിൽ ചെയ്യുകയാണെങ്കിൽ അതിന് എത്ര ടാക്സ് വരുന്നുണ്ട്? 30% ടാക്സ് വരുന്നുണ്ട്. അപ്പോൾ 4 millionൻ്റെ 30% എന്ന് പറഞ്ഞാൽ 1.2 million. ഓക്കെ, 4 millionൻ്റെ 30% എന്ന് പറഞ്ഞാൽ 1.2 million. ഓക്കെ, നെക്സ്റ്റ് അതുപോലൊരു പ്രോബ്ലം. An entity has an amount payable to a supplier ₹10,000. How will you treat the repayment on the balance as per International Accounting Standards 12 or Ind AS 12? ഒരു എൻറ്റിറ്റി പേ ചെയ്യുന്നു സപ്ലയർക്ക് 10,000. നിങ്ങൾ എങ്ങനെ ഈ റീപേയ്മെൻറ്റ്
റീപേയ്മെൻറ്റിൻ്റെ ബാലൻസ് ഇൻഡേസ് 12 അനുസരിച്ച് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് 12 അനുസരിച്ച് നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും? The repayment will have no tax consequences for the entity. ഈ റീപേയ്മെൻറ്റിന് ഫേമിനെ സംബന്ധിച്ചിടത്തോളം ദർ ഈസ് നോ കോൺസിക്വൻസസ് ഫോർ ദിസ് റീപേയ്മെൻറ്റ്. ഓക്കെ, ടാക്സിൻ്റെ ഒരു കോൺസിക്വൻസസും വരുന്നില്ല. ബിക്കോസ് ദ എക്സ്പെൻസസ് ഹാസ് ഓൾറെഡി ബീൻ ഡിഡക്റ്റഡ് ഫ്രം ദ ടാക്സബിൾ ഇൻകം ഓൺ റെസീപ്റ്റ് ഓഫ് ദ ഗുഡ്സ് ഓർ സർവീസ്. ഇത് ഓൾറെഡി തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ടാക്സബിൾ ഇൻകത്തിൽ ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടാവും. The expected manner of settlement of the liability does not affect taxable profit. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്പെക്റ്റഡ് മാനർ ഓഫ് സെറ്റിൽമെൻറ്റ്, ദറ്റ് ഇസ് പേയ്മെൻറ്റ് ഓഫ് ക്യാഷ്, ഒരിക്കലും എന്തിനെ അഫക്റ്റ് ചെയ്യുന്നില്ല? ടാക്സബിൾ പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് നോ എമൗണ്ട്സ് ആർ ടാക്സബിൾ ഓർ ടാക്സ് ഡിഡക്റ്റബിൾ ഓൺ പേയ്മെൻറ്റ് ഓഫ് ക്യാഷ് ടു ദ സപ്ലയർ. ഇവിടെ നമ്മൾ ഇത് സപ്ലയർക്ക് കൊടുക്കുന്ന ക്യാഷ് ആയതുകൊണ്ട് ഇവിടെ ക്യാഷ് ട്രീറ്റ്മെൻറ്റ് നടന്നോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊരിക്കലും എന്തിനെ ബാധിക്കുന്നില്ല? ടാക്സിബിൾ പ്രോഫിറ്റ് കാണുന്ന സമയത്ത് ടാക്സ് ഡിഡക്റ്റബിൾ ആണോ അല്ലയോ എന്നുള്ളത് അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് അറൈസ് ചെയ്യാനുള്ള സാധ്യത അല്ല? ഡെഫേർഡ് ടാക്സ് അറൈസ് ചെയ്യാനുള്ള സാധ്യത കാണുന്നില്ല. ഓക്കെ, അടുത്തൊരു ഇല്ലുസ്ട്രേഷനായിട്ട് പറയുന്നുണ്ട്. ആൻ എൻറ്റിറ്റി ഹാസ് എ ബാങ്ക് ലോൺ 50,000. ഹൗ വിൽ യു ട്രീറ്റ് ദ ലോൺ റീപേയ്മെൻറ്റ് ഫോർ ഇൻകം ടാക്സ് പർപ്പസ് ആസ് പെർ ഇൻഡേസ് 1 to 12 അനുസരിച്ച്? ഒരു ലോണ് എൻറ്റിറ്റി ബാങ്ക് ലോണ് ഉണ്ട് 50,000-ൻ്റെ. എങ്ങനെ നിങ്ങൾ ഇതിൻ്റെ റീപേയ്മെൻറ്റ് ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടി ട്രീറ്റ് ചെയ്യുന്നു? ലോൺ റീപേയ്മെൻറ്റ് വിൽ ഹാവ് നോ ടാക്സ് കോൺസിക്വൻസസ്. അപ്പോൾ നിങ്ങൾ നോക്കണം, സപ്ലയർക്ക് കൊടുക്കുക, ലോൺ റീപേ ചെയ്യുക, ഇതിനൊന്നും എന്ത് വരുന്നില്ല? പ്രത്യേകിച്ചൊരു ടാക്സ് കോൺസിക്വൻസസ് വരുന്നില്ല. എക്സ്പെക്റ്റഡ് മാനർ ഓഫ് സെറ്റിൽമെൻറ്റ് ഓഫ് ദ ലയബിലിറ്റി. അപ്പോൾ അതുകൊണ്ട് ഏത് മാനറിൽ അത് ചെയ്തു കൊള്ളട്ടെ, അതായത് ക്യാഷ് ബേസിസ് ഓഫ് പേയ്മെൻ്റ് ആണോ, ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ പേയ്മെൻറ്റിന് നമുക്കിവിടെ പ്രത്യേകിച്ചൊരു കോൺസിക്വൻസസ് അല്ലെങ്കിൽ ടാക്സ് കോൺസിക്വൻസസ് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡസ് നോട്ട് അഫക്റ്റ് ടാക്സബിൾ പ്രോഫിറ്റ്. അപ്പോൾ അതാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. ഈ ഒരു ട്രാൻസാക്ഷൻ കൊണ്ട് ഫേമിന് എത്രത്തോളം ടാക്സബിൾ പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നോക്കുക. ടാക്സബിൾ പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് നമുക്കൊരു ഡെഫേർഡ് ടാക്സ് അസറ്റോ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റിയോ വരാനുള്ള സാധ്യതയില്ല. Because no amount are taxable or tax deductible on repayment of cash to the bank, consequently no deferred tax arises. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ടാക്സബിളോ ടാക്സ് ഡിഡക്റ്റബിളോ എന്നുള്ളത് ഈ ലോണിൻ്റെ കേസിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ബാങ്കിലേക്കുള്ള ലോണിൻ്റെ കേസിൽ. അതുകൊണ്ട് തന്നെ ഇവിടെ ഡെഫേർഡ് ടാക്സ് ഒന്നും അറൈസ് ചെയ്യാനുള്ള സാധ്യത കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് തിയറി പോലെ ആ ഒരു സിറ്റുവേഷനെ കുറിച്ചൊന്ന് എഴുതാനുള്ള പ്രോബ്ലംസാണ് ഭൂരിഭാഗം വരുന്നത്. ആ ഒരു റിവാലുവേഷൻ്റെ ജേണൽ എൻട്രി, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി അറൈസ് ചെയ്യുന്ന ജേണൽ എൻട്രി നിങ്ങൾ ശരിക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.